എന്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ മോസ്റ്റ്ലി കഴിച്ച മീലുകളിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീലാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഹായ്, ടുഡേ വി ആർ ഗോണ മേക്ക് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ. വളരെ എളുപ്പം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ വി നീഡ് ഫ്യൂ ഇൻഗ്രീഡിയൻസ്. അതെന്തൊക്കെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. 1 കപ്പ് ഓഫ് മഷ്റൂം, ഇത് 2 ടൈപ്പാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്, കുറച്ച് മുളക് പൊടി, അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് നമുക്ക് 1 കപ്പ് ഓഫ് ചിക്കൻ, അത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപ്പ്, ചിക്കൻ മസാല, ചില്ലി പൗഡർ. ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം, വളരെ കുറച്ച് എണ്ണയിൽ. പിന്നെ വേണ്ടത് വെജിറ്റബിൾസ് ആണ്. നമ്മുടെ കയ്യിലുള്ളതെല്ലാം നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് കോണാണ്. ഇത്രയും ആവശ്യമില്ല, പക്ഷെ ഞാൻ ബോയിൽ ചെയ്ത കൂട്ടത്തിൽ ഇത്രയും ബോയിൽ ചെയ്തതാണ്. പിന്നെ ക്യാരറ്റും ബീൻസും ആണ്. ഇത് ഹാഫ് ബോയിൽഡ് ആണ്. പിന്നെ ഞാൻ കുറച്ച് പിന്നെ കുറച്ച് ഫ്രോസൺ ബീൻസ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ്. ഞാൻ ഒറിഗാനോ, പാഴ്സ്ലി, ബേസിൽ, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുരുമുളകും സോൾട്ടും. നമുക്കൊരു ഗസ്റ്റ് അപ്പിയറൻസും കൂടെ ഉണ്ട്. ഞാനും കൊച്ചും കൂടെ ഇന്ന് കുക്ക് ചെയ്യാൻ പോണേ. നമ്മൾ നേരത്തെ ചിക്കൻ കുക്ക് ചെയ്ത അതേ ഓയിലും പാനും ആണ് നമുക്കുള്ളത്. അത് മതി, കൂടുതൽ എണ്ണ വേണ്ട. നമ്മുടെ ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കോൺ നമുക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് അല്പം ഉപ്പ്. ഗ്രീൻ പീസ് ഒരു 5 മിനിറ്റ്സ് നമുക്ക് നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇതിലേക്ക് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത മഷ്റൂം ഇടാം, ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇടാം. വേറൊരു പാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ബട്ടർ ഇടാം. ഇത് മെൽറ്റായി. ഇതിലേക്ക് നമുക്ക് ഒന്ന് സോട്ടായി വരുമ്പോൾ കുറച്ച് പാഴ്സ്ലി, കുറച്ച് ബേസിൽ, പൊട്ടിക്ക് ഒറിഗാനോ, പിന്നെ സ്പൈസിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഉപ്പുണ്ടോന്ന് നോക്കാവേ. പെപ്പർ ആഡ് ചെയ്തത് പറയാൻ വിട്ടുപോയതാണേ. വൈറ്റ് ഡ്രസ് ഉപ്പുണ്ട്. ഒരുപാട് വെന്തിട്ടില്ല. എനിക്ക് നോർമലി ആ ഒരു പച്ചപ്പിൽ ഇരിക്കണതാണ് ഇഷ്ടം. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ ബോയിൽ ചെയ്തപ്പോഴത്തേക്കും കുറച്ച് വെന്ത് പോയി ബീൻസ്. ഇത് കുഴപ്പമില്ല, നമ്മുടെ ഈ ഗ്രീൻ വന്നു കഴിയുമ്പോഴത്തേക്കും ബാലൻസ് ആയിക്കോളും. ഞാൻ ഇതിന്റെ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇതിലിട്ടിരിക്കുന്നത് സോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ഞാൻ വേറെ സോൾട്ട് ആഡ് ചെയ്യുന്നില്ല. ഇത് കൂടുതലൊന്നുമില്ല, ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്താ ഭംഗി, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഡയറ്റ് ഫുഡ് ആണോ എന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, പക്ഷെ ഡയറ്റ് ഫുഡ് ആണ്. ഇതിന്റെ കൂടെ നമ്മൾ കാബിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ക്യുനോവയാണ്. ക്യുനോവ ഞാൻ ഓൾറെഡി ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി പ്ലേറ്റ് ചെയ്യാം. എല്ലാം സെറ്റായി. ഇതാണ് ഞാൻ പറഞ്ഞ ക്യുനോവ. ഇത് ഞാൻ നേരത്തെ ബോയിൽ ചെയ്ത് ഒരു 2 ഗ്രാം ബൂട്ട് ബോയിൽ ചെയ്തെടുത്തതാണ്. നമ്മൾ ഡയറ്റ് ഫുഡ് കഴിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം പോർഷൻ കൺട്രോൾ ആണ്. നമുക്ക് ഭയങ്കര വിശപ്പുണ്ടാവും, ചിലപ്പോൾ ക്രേവിംഗ് ഒക്കെ ഉണ്ടാവും. വിശപ്പുണ്ടെങ്കിലും കാർബ് കൂടുതൽ ആഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരി യു ക്യാൻ ആഡ് ഫൈബർ ആൻഡ് പ്രോട്ടീൻ. പിന്നെ ക്യുനോവ എന്താന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ക്യുനോവ നമ്മൾ മില്ലറ്റ് പോലെ തന്നെ ഒരു ധാന്യമാണ് ക്യുനോവ. എനിക്ക് റൈസ് കഴിക്കാൻ അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫൈനലി ക്യുനോവയിലേക്ക് എത്തിപ്പെട്ടത്. എപ്പോഴും ഒരു പ്ലേറ്റിന്റെ 1/4 പോർഷൻ ആയിരിക്കും കാർബ്സ് വേണ്ടത്. ഇത്ര ഞാൻ എടുക്കത്തുള്ളൂ, ഒരു 2 സ്പൂൺ. ഈ ഒരു സ്പൂണിൽ 2 സ്പൂണേ എടുക്കത്തുള്ളൂ. എല്ലാം കൂടെ ചേർന്നൊരു മിക്സ് ആയത് കൊണ്ട് ഇത് നമുക്കൊരു ഹാഫ് തന്നെ എടുക്കേണ്ടി വരും. എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് മലയാളികൾക്ക് ചോറും മീൻകറിയും ഒക്കെ പോലെ തന്നെ എൻ്റെ ജീവിതത്തിന്റെ ഒരു 1 ഇയർ ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണിത്. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അറ്റ് ദ സെയിം ടൈം ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിനും ഒരുപാട് സന്തോഷം. അപ്പൊ ഞാൻ ഇതെല്ലാം എൻജോയ് ചെയ്യട്ടെ. താങ്ക് യു.